മഹാരാഷ്ട്ര ബൂത്തിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ അടിയന്തര വാർത്താ സമ്മേളനം വിളിക്കുന്നു ബി. മഹാരാഷ്ട്ര PCC അധ്യക്ഷൻ നാനാ പട്ടോളെ, NCP നേതാവ് സുപ്രിയ സുലെ എന്നിവർക്കെതിരെ ആരോപണവുമായിട്ടാണ് BJPയുടെ വാർത്താ സമ്മേളനം. ഇരുവരുടെയും ശബ്ദരേഖകൾ പുറത്തുവിട്ടിരിക്കുന്നു. വ്യാജ ആരോപണം എന്ന സുപ്രിയ സുലെയുടെ പ്രതികരണം വരുന്നു. അങ്ങനെ ഈ രാത്രിയിലും സജീവമാവുകയാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയമെന്ന് പറയേണ്ടി വരും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇന്ന് BJP നേതാവ് 5 കോടി രൂപയുമായി അവിടെ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അങ്ങനെ വളരെ ചടുലമായി തന്നെ മഹാരാഷ്ട്ര രാഷ്ട്രീയം ഇപ്പോൾ കടന്നുപോകുന്നിടയിലാണല്ലോ ഇപ്പോൾ പുതിയ ആരോപണം. ബൽറാം, ഉന്മേഷ്, ഇന്ന് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ BJPയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വലിയ തോതിൽ പണ വിതരണം ചെയ്യാൻ ശ്രമിച്ചതായുള്ള ആരോപണം നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാത്രി 10:30യോടുകൂടി BJP ദേശീയ ആസ്ഥാനത്ത് BJPയുടെ ദേശീയ വക്താവ് സുധാൻഷു ത്രിവേദി വാർത്താ സമ്മേളനം വിളിച്ചത്. ഇതിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മഹാരാഷ്ട്രയിലെ 2 മുതിർന്ന നേതാക്കൾക്കെതിരായ ആരോപണങ്ങളും ശബ്ദ സന്ദേശങ്ങൾ സഹിതം പുറത്തുവിട്ടുകൊണ്ടാണ് BJP ആരോപണം ഉന്നയിക്കുന്നത്. മഹാരാഷ്ട്ര PCC അധ്യക്ഷൻ നാനാ പട്ടോളെ, ഒപ്പം തന്നെ NCP ശരത് പവാർ വിഭാഗം നേതാവ് സുപ്രിയ സുലെ എന്നിവരുടെ ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ സുധാൻഷു ത്രിവേദി പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ന് മഹാരാഷ്ട്രയിൽ മുൻ IPS ഉദ്യോഗസ്ഥനായ രവീന്ദ്രനാഥ് പാട്ടീൽ ഉന്നയിച്ച ആരോപണങ്ങൾ, അതായത് 2018 ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പണം, ഈ പണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നു എന്നാണ് ആരോപണം ഉന്നയിച്ചത്. മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ നടത്തിയ ആശയവിനിമയത്തിന്റെ സന്ദേശവും ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ BJP ദേശീയ നേതൃത്വം പുറത്തുവിട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പണം ഈ തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ആശയവിനിമയം നടന്ന ശബ്ദ സന്ദേശമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ ശബ്ദം സുപ്രിയ സുലെയുടെയോ നാനാ പട്ടോലെയുടെയാണോ, എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ചത്, ഒപ്പം തന്നെ ഈ പണം ഇടപാട് എന്തിനു വേണ്ടിയായിരുന്നു എന്നതടക്കമുള്ള 5 ചോദ്യങ്ങൾക്ക് ഇരു നേതാക്കളും മറുപടി പറയണം എന്നാണ് BJP ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു പണ ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായ BJP ഇതേ ആരോപണം, അല്ലെങ്കിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അനധികൃതമായി ഉള്ള പണം ഉപയോഗിക്കുന്നു ഇന്ത്യ മഹാസഖ്യവും എന്ന ഒരു ആരോപണം, പ്രത്യാരോപണവുമായാണ് രാത്രി തന്നെ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനം ഇപ്പോഴും തുടരുകയാണ്. ഉന്മേഷ്, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കടുത്ത ത്രികോണ മത്സരത്തിന് വേദിയൊരുങ്ങിയ പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് പൂർത്തിയായിരുന്നു. ഇരട്ട വോട്ട് ചെയ്യാൻ സാധ്യത ഉള്ളവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മുഖ്യ വരണാധികാരിയായ ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര വ്യക്തമാക്കി. 22 ദിവസം നീണ്ട വീറും വാശിയും നിറഞ്ഞ പ്രചാരണത്തിന് ശേഷമാണ് നാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. UDF, NDA, LDF മുന്നണികളുടെ സ്ഥാനാർത്ഥികളടക്കം മൊത്തം 10 സ്ഥാനാർത്ഥികളാണ് പാലക്കാട് ജനവിധി തേടുന്നത്. 1,94,706 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ മൊത്തം 184 പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 1,500 വോട്ടർമാരിൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഓക്സിലറി ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. വോട്ടെണ്ണൽ കേന്ദ്രവും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ സ്ട്രോങ് റൂമുമുള്ള വിക്ടോറിയ കോളേജിൽ നിന്നായിരുന്നു പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. ഇരട്ട വോട്ട് ആരോപണം CPIM ഇന്നും ആരോപിച്ച സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് മറ്റൊരു മണ്ഡലത്തിൽ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യപത്രം നൽകിക്കൊണ്ട് പുതിയ വോട്ടറായിട്ട് ഫോം 6-ൽ അട്ടിമറി ഉദ്ദേശിച്ച് തന്നിട്ടുള്ളവരെ ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് പ്രത്യേക ലിസ്റ്റാക്കി പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് നൽകിയിട്ടുണ്ട്. കൊടുമ്പ് പഞ്ചായത്തിനോട് അതിർത്തി പങ്കിടുന്ന കണ്ണാടി പഞ്ചായത്തിലെ ചില ബൂത്തുകളാണ് കൂടുതൽ ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കും. 24 പാലക്കാട്.